സീരിയൽ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കരഞ്ഞു പോകുന്ന സീരിയലുകളാണ്. പക്ഷെ ഇപ്പം ഇറങ്ങുന്നതല്ല അങ്ങനല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സീരിയൽ കഥകളാണ് വരുന്നല്ലേ. മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങളില്ലേ ഇപ്പോഴത്തെ സീരിയല്? പൊതുവെ എല്ലാവരും പറച്ചില് ഫാമിലി ഓറിയന്റഡ് അതിനേക്കാൾ കൂടുതൽ അല്ലാത്തുള്ള ഇതിലേക്കൊക്കെ ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ ഫാമിലി മാത്രം, ഒരുപാട് ആർട്ടിസ്റ്റ് ഒരു വീട്ടിൽ അങ്ങനെ വീട് മാത്രമായിട്ട് ഒരു 8, 10, 20 ആർട്ടിസ്റ്റ് ഒരേ വീട്ടിൽ തന്നെ ഉള്ള കഥകളായിരുന്നു ഒരു കാലഘട്ടം വരെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഉണ്ട്, എനിക്ക് അത്രയും അങ്ങനെയുള്ള കഥകളായിരിക്കും ആൾക്കാർക്ക് സ്വീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഇവിടുത്തെ റൈറ്റേഴ്സ് എഴുതുന്ന ഇവിടുന്ന് സൃഷ്ടിക്കുന്ന കുറെ കഥകളുണ്ട്. ഇപ്പം അങ്ങനെ ഇപ്പൊ മോസ്റ്റ്ലി എല്ലാം റീമേക്ക് ആണ്. തമിഴ്, തെലുങ്ക് റീമേക്ക് നമുക്കൊന്നും അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ ഇത്രയും ഭയങ്കര മേക്കപ്പ് ഒന്നും വളരെ മേക്കപ്പ് ഉണ്ട് അല്ല, ഈ പിന്നെ മാലകളും ഡ്രസ്സുകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരുപാട് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അതല്ല ഇപ്പൊ അത് കാണാൻ ആണ് ആഗ്രഹം സ്ത്രീകൾക്ക്. തീർച്ചയായിട്ടും അവരിടുന്ന ഇപ്പം ഈ പിന്നെ ഹിന്ദി സീരിയൽസ് എല്ലാം വരുന്നത് റീമേക്ക് ഇവർക്കും ഇവർ ഡിമാൻഡ് ചെയ്യുന്നതും അതിൽ കണ്ടതുപോലെ തന്നെ ഒരുങ്ങാനാണ്. ഇപ്പൊ പാർവതിയിൽ ഞാൻ മറ്റേ ഈ ഫസ്റ്റ് ഡേ ചെന്നപ്പം അവർക്കിങ്ങനെ ഈ ലുക്ക് ടെസ്റ്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരുങ്ങി വന്നപ്പോൾ അവിടെ മറ്റേ ചാനലിൽ നിന്ന് അവരും പ്രൊഡ്യൂസറും ഒക്കെ ഒന്ന് എടുത്ത് ചോദിച്ചു, കുറച്ചും കൂടെ ഹെവി ജ്വല്ലറി ഇട്ടുകൂടെ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഭയങ്കര വലിയ വലിയ സാധനങ്ങൾ കിട്ടൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഇതിലും വലുത് വേണമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അപ്പം പറഞ്ഞു തെലുങ്കിൽ അവർ അങ്ങനത്തെ ഇട്ടിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു തെലുങ്കിൽ ഇട്ടതുപോലെ ഇവിടെ മലയാളികൾ സ്വീകരിക്കത്തില്ല. ഇത് തന്നെ ചിലപ്പോ ചില ഈ സീല് ഈ ഷോർട്സ് ഇടുമല്ലോ, അങ്ങനെ ഇട്ടിരിക്കുന്നതിന്റെ അടിയിൽ ചെന്നിട്ട് നമ്മൾ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് ഈശ്വര ഇത് നമുക്ക് ട്രോളെന്ന് വിചാരിച്ചിട്ട് പറയാ, ഇത്രയും മേക്കപ്പ് ചെയ്ത ഒരു യക്ഷിയെ ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുക, ഇങ്ങനെയൊക്കെ എഴുതും. അപ്പൊ ഞാൻ പറയാം അതിനെ ഇങ്ങനെ എഴുതുക, ഇത്രയും ഒരുങ്ങിയിട്ടേ ഇത് കുറച്ചും കൂടെ ഇത് വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ ആഗ്രഹം. അവരങ്ങനെ കണ്ടതുകൊണ്ട് അവർക്ക് അതേപോലെ വേണമെന്ന് ആഗ്രഹം അവർ പറയും. പക്ഷെ നമ്മുടെ മലയാളികൾ ഒരു പരിധിയിൽ കൂടുതൽ ഓവർ ആയിട്ടുള്ള മേക്കപ്പും ഒന്നും എടുക്കത്തില്ല. തീർച്ചയായിട്ടും അവർ കുറ്റം പറയുള്ളൂ. അതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം സ്ത്രീകളെല്ലാരും വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ അല്ലെങ്കിൽ പെങ്ങന്മാരൊക്കെ നോക്കുമ്പോ കീർത്തി ഗോമത എന്ന ഏത് കറക്റ്റാണ്. അല്ല വേറൊന്നുമല്ല, ഇപ്പം കഥയെക്കാലം കൂടുതലും അവർ ഫസ്റ്റിലെ സീനിൽ വരുമ്പോൾ അവർ കൊടുത്ത ഡ്രസ്സുകൾ ആദ്യമേ ശ്രദ്ധിക്കും അല്ലേ. അതിനുവേണ്ടി ഇപ്പം എല്ലാ സീരിയലിലും കളർഫുൾ ആയിട്ടല്ലേ എല്ലാരും വരുന്നത്. ഇപ്പൊ എല്ലാരും കൺചിമ്മുന്ന രീതിയിലാണ് വരുന്നത്. എല്ലാരും ഭയങ്കര സ്റ്റഡ്സ്, ഭയങ്കര ഞാത്ത് പോലത്തെ കമ്മലുകൾ, അതുപോലെ വലിയ മാല, പ്രത്യേകിച്ച് സാരി ഭയങ്കര വൈബ്രന്റ്. ഞാൻ ഡിനി ചേച്ചിയുടെ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി 2 സാരിയാണ് മാറ്റി കൊടുത്തത്. അപ്പൊ കണ്ടപ്പോ തന്നെ ഒന്ന് പച്ച ഒരു ഓറഞ്ച്. ഞാൻ പറയാ ഇത് കാണുമ്പോ തന്നെ ആൾക്കാരൊക്കെ ചേച്ചിമാരൊക്കെ ഓരോന്ന് ചോദിക്കുമല്ലോ. അപ്പൊ ഇഷ്ടംപോലെ പറയാം. നമുക്കൊരു കൺസെപ്റ്റ് ഇവിടെ എന്താ വെച്ചിരിക്കുന്നത് വെച്ചാൽ നെഗറ്റീവ് റോള് ചെയ്യുന്നയാള് ഓവർ ഡ്രസ്ഡ് ആയിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അഭിനയത്തെക്കാൾ കൂടുതൽ ഇവരുടെ കാഴ്ചയിൽ ഇവർ ഇങ്ങനെ ഇരിക്കണം എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ആയി പോയി. ഇപ്പൊ നെഗറ്റീവ് റോൾ ഇങ്ങനെ വേണം. 1-2 പേര് പണ്ട് ചെയ്തത് കൊണ്ട് ആ ഒരു രീതിയിൽ വേണം. അതായത് നെഗറ്റീവ് ചെയ്താൽ ഉടനെ ഭയങ്കര മേക്കപ്പ്, ഭയങ്കര ഹെയർ ഡു, മുടിയിൽ കുറെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ വെച്ച് വലിയ കമ്മല്, മാല, ഓവർ ആയിട്ടുള്ള സാരികൾ, ഇതെല്ലാം ഉടുത്താലേ നെഗറ്റീവ് പൊലിക്കത്തുള്ളൂ എന്നുള്ളൊരു ഫീല് പൊതുവെ വന്നുപോയി. അപ്പൊ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ എത്തുന്ന രീതിയിലേക്കാണ് എല്ലാവരും ഇപ്പൊ ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും അത് വേണമായിരിക്കും. ഇത് അവര് ഡിമാൻഡ് ചെയ്യാണ്, ഇങ്ങനെ വേണം. ആർട്ടിസ്റ്റ് ബൈ ചോയ്സ് ചെയ്യുന്നില്ല ഇതൊന്നും. അവര് പറഞ്ഞിട്ടാണ് ഈ രീതിയിലേക്ക്. അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ദുഃഖമായിട്ട് എല്ലാവരും പ്രശ്നങ്ങളായിട്ട് ഇത് വന്ന് ടി വി കാണുമ്പോൾ അതിനകത്തും ദുഃഖങ്ങളും ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് കാണും. അത് വളരെ റിച്ച് ആയിട്ട് ഉടുക്കുന്ന സാരിയും പാവം, അല്ലെങ്കിൽ ഫേസും പാവം, കാര്യമില്ല. അവർക്ക് വന്ന് കാണുന്നത് റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കുമ്പോൾ പൊളിച്ചുള്ള സംഭവങ്ങൾ കാണുന്ന ഇഷ്ടം അത് തന്നെ. അത് ഞാൻ അമ്മേരെ ചെയ്യുന്ന സമയത്ത് ഇത് 2 രീതിയിൽ പറയുമായിരുന്നു. കുറെ ആൾക്കാർ, ഒരു 80% ആളുകളും ആ സീരിയൽ കണ്ടു കഴിഞ്ഞിട്ട് കാണുമ്പോഴായാലും എവിടുന്നേലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും, ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്ന ഒരാളെ കാണുന്ന ഫീലാണ്. മറ്റുള്ള സീരിയലെല്ലാം ഒത്തിരി ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സീരിയൽ കാണുമ്പോൾ ഒരു സമാധാനം. എന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ആരും ഓവറായിട്ട് ഡ്രസ്സിങ് ആയാലും ജ്വല്ലറി ആയാലും ഹെയറും ഒന്നും അധികമില്ല. എല്ലാം കറക്റ്റ് അളവ് മീറ്ററിലാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങൾക്ക് അതാണ് വേണ്ടത്. ഞാനെന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ്, എനിക്ക് ഒരുങ്ങുന്നതിനൊരു പരിധിയുണ്ട്. മകളായിട്ട് വരുന്ന കുട്ടി കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട്, പിന്നെ എനിക്ക് മൂത്ത ഒരു വേറെ മോള് വരുന്നുണ്ട്, അവളായാലും ഒരു കോളേജ് ലെക്ചററാണ്. അപ്പം ഇവർക്കെല്ലാം ഒരുങ്ങുന്നതിന് ഒരു
പരിധിയുണ്ട്. ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ ഒരുങ്ങാൻ പറ്റത്തില്ല അൺലെസ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സീൻ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഓവറായിട്ട് കല്യാണമോ എൻഗേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരുങ്ങാം. പക്ഷെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര എല്ലാവരും പറയും ഇത്രയും നല്ല ആവശ്യത്തിന് ഉള്ള ഒരു സട്ടിലായിട്ടുള്ള മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. സാരി ഇടുന്ന വാങ്ങുന്നേ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല രാവിലെ ഏട്ടാ, എനിക്കൊരു കാര്യം രാവിലെ ചോദിക്കാറുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പം ചേച്ചിമാരൊക്കെ ചില പാചകത്തിന് ഹെൽപ്പിന് വരാറുണ്ട്. അവരൊക്കെ നൈറ്റി അല്ലെങ്കിൽ സാധാ ഒരു കോട്ടൺ സാരി കൊടുത്തായിരിക്കും വരുന്നത്. ഇത് നിൽക്കുന്ന ജോലിക്കാരി ഉൾപ്പെടെ വാച്ച്, ഇത്രയുള്ളൊരു കമ്മല്, ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞത് ദാരിദ്ര്യം കാണാൻ ആർക്കും ഇഷ്ടമല്ല. അടുക്കള നിൽക്കുന്നവരായപ്പോ വൃത്തിയായിട്ട് നിന്ന് അത് കാണാനായിട്ട് ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താ അറിയോ, എല്ലാവരും സീരിയൽ ഇങ്ങനെ പറയുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്ന മറ്റേ കുറ്റം പറയും. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് റിമോട്ട് ഉണ്ട് മാറ്റി വരാം, 1 ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഈ പറഞ്ഞ അതേ പോയിന്റ്, ഈ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ദാരിദ്ര്യം ബഹളം ഒന്നും പോരാ. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് റിലാക്സ് ചെയ്ത് കളറായിട്ടുള്ള ഡ്രസ്സും സാരിയും കണ്ടുകൂടെ. ഈ അതുപോലെ തന്നെ സ്റ്റോറിയും നമ്മൾ ഈ ദാരിദ്ര്യം പിടിച്ച സ്റ്റോറി കാണാൻ എന്നുവെച്ചാൽ റിച്ച് സെറ്റപ്പ് കാണാൻ റിച്ച് സെറ്റപ്പ് കാണാൻ എല്ലാവർക്കും ഇഷ്ടം. ഏത് സീരിയലാണ് ഭയങ്കര പാവപ്പെട്ടവന്റെ കഥ പറഞ്ഞു പോകുന്ന ഒരു സീരിയലുണ്ടോ? കോടീശ്വരന്മാരുടെയും കോടികൾ നഷ്ടപ്പെടുകയും ഹൈടെക് ബിസിനസിന്റെയും അതേപോലത്തെ ഉണ്ടല്ലോ, കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. അത് എനിക്ക് ഓർമ്മ വരാറിയാം. ലോഞ്ചിലുണ്ടായിരുന്നു, അതിനെ പറ്റി പറഞ്ഞു കളിയാക്കി. അല്ല, എനിക്ക് ഓർമ്മ വരുന്നത് അതിലും ചേട്ടന് എനിക്ക് ചെറുതായിട്ട് സമയം വന്നിട്ടുണ്ട്. ഹൈറ്റും വെയിറ്റും സൈസിലും എല്ലാം കൂടെ. നീ ഞാനും സീരിയലില് ശിവചേട്ടൻ ആദ്യം ഹെലികോപ്റ്ററിലാണ് ആ ഒരു സീക്വൻസിൽ അല്ലെ, ഭയങ്കര ഹൈപ്പായിരുന്നു ആ സീരിയൽ. ആ സീക്വൻസിൽ അപ്പൊ ഞാൻ അപ്പോഴും ഇപ്പൊ വരുന്ന എന്റെ ഒരു കോൺസെപ്റ്റിൽ എന്റെ ഞാൻ കണ്ടതാണ്. കണ്ട സമയം കൊണ്ട് പഴയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ. എപ്പോഴും നിങ്ങളെ കിട്ടത്തില്ല. എനിക്കൊരു ദുഃഖം തന്നിട്ടാണോ പോകുന്നത്, ചേട്ടൻ അങ്ങനെയായിരുന്നു ഇങ്ങനായിരുന്നു തീ എടുത്തിട്ട് പോകുന്നു. അങ്ങനൊന്നുമില്ല കേട്ടോ, നമ്മളുള്ള കാര്യം ഉള്ളതല്ലോ പറയണല്ലോ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിട്ടി. ഇനി ഒരു നല്ലൊരു അവാർഡ് കിട്ടിയിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഇരിക്കണം. ടെലിവിഷൻ അവാർഡ് 100% കിട്ടാൻ ഞാൻ വിളിക്കും. വിളിക്കണം. ഞാൻ പറഞ്ഞ വാക്ക് കറക്റ്റ് ആയിരിക്കും. എനിക്കൊന്ന് ഈ വർഷം അവസാനം കാണും ഇപ്പം ഡിക്ലെയർ ചെയ്യുമെന്ന് തോന്നുന്നു. ചെയ്യുമ്പം കീർത്തി ഗോപിനാഥോ രാഹുലോ ഇതിൽ ഏതൊരു പേരിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്നെ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഞങ്ങളല്ലേ ആദ്യം അറിയുന്നത്, അപ്പൊ ഞങ്ങൾ വന്നോളാം. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്, മൂവി വേൾഡ് മീഡിയ പ്രേക്ഷകരോട് പറയാനുള്ളത്, എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സീരിയൽ കാണണം. സീരിയലുകാരെ പറ്റി നമ്മളെ പോലുള്ളവർ എന്താ പറയണ്ട, അവരോട് സീരിയൽ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വന്നതും. നമ്മളൊക്കെ കാണാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ലേ നമ്മളിപ്പോഴും നിൽക്കുന്നത്. തീർച്ചയായിട്ടും തൊട്ടേ നമ്മളെ അവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ ഇപ്പോഴും നമ്മൾ ഒന്ന് ദൂരദർശൻ്റെ കാലം തൊട്ട് നമ്മൾ സീരിയൽ വന്നു. ഇപ്പോഴും നിലവിൽ ഇപ്പോഴും നമ്മൾ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എപ്പോഴും കൂടെ ഉണ്ടാവണം. അത് തന്നെയാണ് കാണും. എന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെയൊക്കെ ഈ ഒരുപാട് അമ്മമാരാണ് കൂടുതലും സീരിയൽസ് കാണുന്നത്. അവരൊക്കെ എന്തായാലും നമ്മൾ പുറത്തൊക്കെ പോയാലും അവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ മോസ്റ്റ്ലി ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. സീരിയൽ കാണുന്ന ആണുങ്ങളും ഒക്കെ ഉണ്ട്. ചേട്ടാ എവിടെ കണ്ടിട്ടുണ്ടല്ലോ സീരിയൽ കാണാതെ എങ്ങനെ നമ്മളെ കാണുന്നത്. പക്ഷെ പറയാനൊരു മടി അവര് കാണുന്നു. പക്ഷെ അവര് കാണും. ഇപ്പം രണ്ടുപേർക്ക് സപ്പോർട്ട് ഉണ്ടാവും, പ്രാർത്ഥനയും കാണും. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2024 നിങ്ങൾക്ക് രണ്ടുപേർക്കില്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരു ടെലിവിഷൻ അവാർഡ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങോട്ടേക്ക് പോകാം. സപ്പോർട്ട് അപ്പോൾ ഞാൻ തേടി എത്തുന്നതായിരിക്കും ഒരു ഇന്റർവ്യൂവിലൂടെ. വീട് കണ്ടുപിടിച്ചു, മാപ്പും ഉണ്ട്. ഇനി വരാതിരിക്കാനും പറ്റത്തില്ല, ഞാൻ വരും.